വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് രാവിലെ ഞങ്ങളുടെ ഇൻലോസിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ജോലി സ്ഥലത്തോട്ട് പോവുകയാണ്. കാലത്ത് 4 മണിയുടെ സീനുകളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സ്ഥിരം പോലെ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് തന്നു വിടും, പച്ചക്കറിയായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും കുറേ സാധനങ്ങൾ. ഇതിപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഹുബ്ലിയിലേക്ക്. ಇದು ನಿದ್ರೆ ನೋಡ್ಕ ವಿಷ್ಣು ನಿದ್ರೆ ಆಗಿದೆಯಲ್ಲ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇനി ഹുബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാ പോകണം. ഹുബ്ലിയിലാണ് അജയ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അജയുടെ വർക്ക് പ്ലേസിൽ നിന്ന് കോൾ വന്നു. അവനോട് ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അവിടെ പോയാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. പക്ഷെ ഇവിടെ ആയിരുന്നപ്പോൾ അമ്മയും പപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു രസമായിരുന്നു എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോഴേ. സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഇത് നാട്ടിലുള്ളപ്പോൾ ഉള്ള സീൻസ് ആണല്ലോ. യെസ്, ഇത് നാട്ടിലുള്ളപ്പോൾ എടുത്ത വീഡിയോ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്നത്തെ ആ ടൈമിൽ എനിക്കിത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ അടുത്താണ് നോക്കിയപ്പോൾ അയ്യോ ഈ വീഡിയോ ഞാൻ ഇട്ടില്ലല്ലോ എന്ന് മനസ്സിലായത്. സോ ഇത് ഞങ്ങളുടെ ഹൊന്നാവർ വീട്ടിൽ നിന്ന്, അതായത് ഇൻലോസിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഹുബ്ലി എന്ന് പറയുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങളല്ല, ഇപ്പോൾ അജ് മാത്രം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണിത്. ഞങ്ങളുടെ ഒരു 3 hours ജേർണിയാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ വർത്തമാനങ്ങളും കളിയും ചിരിയും വഴക്കും മടിയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം. എനിക്ക് ഈ യാത്ര കൊണ്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഈ രാവിലെ എഴുന്നേറ്റുള്ള പോക്ക്. കാരണം ഈ ലോങ് വണ്ടിയിലിരുന്നിട്ടുള്ള രാവിലെ ഞങ്ങൾ ഒത്തിരി വർത്താനമൊക്കെ ഇരുന്ന് പറയും. ഞങ്ങൾ ശരിക്കും ഇരുന്ന് വർത്താനം പറയുന്നത് ആക്ച്വലി ഈ ഒരു ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവിടുന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിലിരുന്നിട്ടുള്ള ആ ഒരു ഇങ്ങനെ പഴയ കഥകളും പണ്ടത്തെ കഥകളും ഓർമ്മകളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു എനിക്കിഷ്ടമാണ്. കാട്ടിലെ ഭൂതം ശരിക്കും ഇപ്പൊ ഒരു പെണ്ണ് സൈഡിൽ കൂടെ വന്നാൽ എന്ത് ചെയ്യും? ഒരുങ്ങോ എൻ്റെ കൂടെ എന്ന്. സോ ഞങ്ങളുടെ യാത്രയിലൊരു ഹൈലൈറ്റാണ് ഈ ബ്രിഡ്ജ് കേട്ടോ. ഇത് ശരിക്കും ഇപ്പോൾ ആക്ച്വലി ഇത്തിരി പുലർച്ചെ ആവുന്നൊരു ടൈം ആയതുകൊണ്ട് കുറച്ച് വെട്ടവും വെളിച്ചമുണ്ട്. പക്ഷേ രാത്രി ഈ ബ്രിഡ്ജിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഹോണ്ടിങ് ഫീലാണ്, ടു ബി ഓണസ്റ്റ്. കാരണം ചുറ്റും ഒന്നും കാണില്ല, ഫുൾ ഡാർക്ക്നെസ് ആയിരിക്കും. വെറും ഈ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇതിൽ ഈ ബ്രിഡ്ജിൻ്റെ ഈ വൈറ്റ് കളർ സൈഡിലുള്ള ആ റെയിൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. ഇപ്പോൾ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒന്നും വേണ്ട, നമുക്ക് 3 ലോറി കവർ ചെയ്യാം. അതാ മറ്റേ കവർ ചെയ്തോണ്ടിരിക്കുക. അവൻ കവർ ചെയ്താൽ അവന്റെ മണ്ടേ പോയി ഞാൻ കവർ ചെയ്യും. ടൂറിസ്റ്റ് വന്നിട്ട് തിരിച്ചു വരും. ഞാൻ പറയാനറിയില്ല. നമ്മൾ അകപ്പെട്ടു, 3 ലോറിയുടെ പിന്നിൽ അകപ്പെട്ട പൂച്ചകൾ. പക്ഷെ നമ്മൾ ഉടനെ ഇത് മറികടക്കും. ഇപ്പൊ തന്നെ മറികടക്കാൻ വേണ്ട, മറികടക്കണ്ട, അപ്പുറത്ത് വണ്ടിയുണ്ട്. ഉറക്കം വരുന്നുണ്ടാ? അത് കോട്ടുമല്ലേ വരുന്നത്, ഉറക്കം വണ്ടി നേരെ നോക്കിട്ട്. എനിക്ക് ഉറക്കൊക്കെ വരുന്നില്ല. ഞാൻ ഈ വഴി ആസ്വദിക്കുക. വഴി ജോലി ഇവിടുത്തെ ഒരാൾക്കേ ആവത്തുള്ളൂ കേട്ടോ. ഒന്നല്ലെങ്കിൽ നീ, ഒന്നല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ. അങ്ങനെയായിരിക്കും. നമ്മൾ നമ്മുടെ യാത്രയുടെ പകുതി മുക്കാലെത്തിയ പകുതി എത്തി. ഇനി നമ്മൾ ഘാട്ട് സെക്ഷനിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കണക്ഷൻസും ബ്ലോക്ക് ആവും. ഉൾക്കാടുകളിൽ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. തുടങ്ങിയെന്നാണ് ആള് പറയുന്നത്. ആളെന്ത് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക, അത് തന്നെ വേറെ മാർഗമുള്ളൂ. കാരണം എന്നിട്ട് തട്ട തള്ളാണ് ഏത് നേരം. തള്ളിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ കുത്തും പ്ലസ് നമ്മൾ കൊഞ്ചിക്കും. അപ്പൊ പിന്നെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ലാസ്റ്റ് ടൈം ഈ
ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതിന് റിവ്യൂ ചെയ്യാൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സൺസ്ക്രീമാണ് എർത്ത് റിതം SPF 50. നമ്മൾ ഹൊന്നാവറിൽ ഇരുന്ന സമയത്ത് അവിടെ നല്ല നമ്മുടെ കേരളത്തിലെ അതേ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര മോയ്സ്ചർ കണ്ടന്റ് ഭയങ്കര ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. ഇപ്പം നമ്മൾ ഹുബ്ലി ഏരിയ കുറച്ചിങ്ങനെ ഹൈ റേഞ്ചിലുള്ള ഏരിയ ഉണ്ട്. നമുക്ക് അതിൻ്റെതായ ഡ്രൈനെസ് മുഖത്തും ശരീരത്തും വരുന്നത് കാണാം. ഇത് ഒരു റോൾ ഓൺ സൺസ്ക്രീമാണ്. റീസെൻ്റ്ലി ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഇതൊക്കെ കൊണ്ട് ഞാൻ പോകുന്നത് ജർമ്മനിയിലേക്ക്. പറഞ്ഞു ഓത്രിതമിന്റെ ഗ്ലോ സെർച്ച് SPF 50. Oh my god. നല്ല ഇതാണ് അവിടെ നല്ല അതൊക്കെ അങ്ങനത്തെ വൈബൊക്കെ കഴിക്കുക. എല്ലാം കൊണ്ട് പാർസൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ട്. മൊബൈൽ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്ന് അവിടെ ടേബിളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് അവിടെയൊക്കെ വെച്ച് കഴിക്കണം. അതാണ് അതിന്റെ ഒരു വൈബ്. എനിക്ക് മസാല ദോശ വേണ്ട, എനിക്ക് ഇഡ്ഡലി മതി. എനിക്ക് നിന്ന് കഴിക്കാൻ അതാ കംഫർട്ടബിൾ. ഇത് മസാല ദോശയാണ് ഞാൻ ഇരുന്ന് കഴിക്കും. മസാല ദോശ മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ അതൊക്കെ അവിടെ ഉണ്ടാവും, പ്ലേറ്റിലുണ്ടാവും. പ്ലേറ്റിലുണ്ടാവും എനിക്കറിയാം, പക്ഷെ പിടിച്ച് കഴിക്കാനുള്ള സൗകര്യം. അതും കൂടെ അവിടെ ഒരു ടേബിൾ ഉണ്ടോ? there is a table, there are tables. ശരി, കുറച്ചൊക്കെ നമ്മൾ ലോക്കൽ ആവണം. ലോക്കൽ ആവുമ്പോ ലോക്കൽ ഇതാണ് എനിക്ക് പറ്റാത്തത്. ലോക്കലാണ് ഞാൻ. ഇനി എന്റെ കൂടുതൽ ലോക്കൽ ആക്കരുത്. ഓക്കെ, ഞാൻ കുറച്ച് പരിഷ്കാരിയാവാൻ ശ്രമിക്കണം. അറിയോ, എന്റെ ലോക്കൽ തരം ഭയങ്കര കൂടുതലായിരുന്നു. ഈ ഡ്രിഫ്റ്റും ഗിഫ്റ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. This is the main എന്താടാ നീ പറ, നിനക്കല്ലേ മെയിൻ സർക്കിൾ. ഹുബ്ലി എന്ന് അറിയപ്പെടുന്നത് ഇത് കണ്ടിട്ട റാണി ചെന്നമ്മ സർക്കിൾ. ഷീ ഈസ് എ ഫ്രീഡം ഫൈറ്റർ. ഈ ഝാൻസി റാണി എന്നൊക്കെ പറയുന്ന പോലെ. So we reached Hubli officially. മസാല ദോശയും പൂരി
പൂരി ബജി ഞാൻ പറയത്തില്ല. എന്താ പൂരി പറയാന്ന് അറിയില്ല കുട്ടിക്ക്. ഓക്കേ ഓക്കെടാ. നമ്മള് ചില തട്ടുകട നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനത്തെ വൺ ഓഫ് ദ തട്ടുകടയാണ് ഇത്. സോ നമ്മൾ ഇവിടുന്ന് മസാല ദോശയും പൂരി ബാജിയും മേടിച്ച് കഴിക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പാർസലാണ് മേടിക്കുന്നത്. നമ്മളത് ഇവിടുന്ന് കഴിക്കാന്നായിരുന്നു അവൻ്റെ ഐഡിയ. പക്ഷെ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. കംഫർട്ടബിൾ ഇൻ ദ സെൻസ് എനിക്ക് ഇരുന്നൊക്കെ ആസ്വദിച്ച് കഴിക്കണം, എനിക്കിങ്ങനെ നിന്നിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോയി കഴിക്കുന്നത്. മേടിച്ച് കൊണ്ടുവന്ന സാറേ. നല്ല മണം, മൂക്കടഞ്ഞിരിക്കുക, എന്നാലും മണം അടിച്ചു വരുന്നുണ്ട്. മണം പിടിക്കാനല്ലേ നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആര്. പിന്നെ ഒരു ദിവസം നോക്കുമ്പോ വീണ്ടും വയർ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ ഇങ്ങനെ ആയിരിക്കുക പെട്ടെന്നൊരു ദിവസം അവളുടെ വയറ് വലുതായോ? വയറ് വലുതായി. അപ്പൊ ഞാൻ എന്ത് മണ്ടനാണ്. അതിനു മുന്നേ ഞാൻ നോക്കിയതാ അവളുടെ വയറ് ലൈക്കനോ വലുതായി. അപ്പൊ ഞാൻ ഇവിടെ നല്ല തടി വെച്ചിട്ടുണ്ട്, ഇവിടെ വയറൊക്കെ കുടവയറായിട്ടുണ്ടല്ലോ എന്ന്. എന്ത് മണ്ടണെന്ന് മണ്ടണെന്ന് പറഞ്ഞാൽ ബൂളവാക മണ്ടണ. ഇതാണ് നമ്മുടെ പലചരക്ക് കട. ഞങ്ങളുടെ ഭവനത്തിലെത്തി ഫൈനലി. എന്റെ അമ്മ പാവ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു, ഞാനില്ലാതെ 1.5 വർഷം. വാ നമുക്ക് പുരിയും മസാല ദോശയൊക്കെ കഴിക്കട്ടെ. അപ്പൊ ഞങ്ങള് മസാല ദോശയൊക്കെ കഴിക്കട്ടെ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം. Until then, bye bye.